ഇന്ന് നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. 2 ടേം വ്യവസ്ഥയിൽ ആർക്കൊക്കെ ഇളവ് നൽകുമെന്നതിൽ ധാരണയാകും. ജില്ലാ ഘടകങ്ങൾ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കും. 1-ലേറെ പേരുകൾ ഉള്ളതും തർക്കം നിലനിൽക്കുന്നതുമായ സീറ്റുകളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ്. കണ്ണൂർ ജില്ലാ നേതൃത്വം നൽകിയ പട്ടികയിൽ KK ശൈലജയുടെ പേരുണ്ടായിരുന്നില്ല. ഹരിമോഹനും അർജുൻ കല്യാടും ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ഇന്നിപ്പോൾ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർക്കൊക്കെ ഇളവുകൾ കൊടുക്കണം 2 ടേമിൽ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. PB അതിന് പച്ചക്കൊടി കാട്ടി. അങ്ങനെയാണെങ്കിൽ ഇന്നലെ PB എടുത്ത തീരുമാനങ്ങൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാ പട്ടികകളിലും ഇന്ന് തീരുമാനമാകും. അറിയേണ്ട ചോദ്യം, KK ശൈലജ മട്ടന്നൂരിൽ മത്സരിക്കുമോ? ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ലിസ്റ്റിൽ പേരില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെ മറികടന്നൊരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴത്തോടുകൂടി കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഹരി? അരുൺ, അല്പസമയത്തിനുള്ളിൽ തന്നെ നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ KK ശൈലജയും അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നു. യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്ന് സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക പട്ടികയിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഈ 1-ലധികം പേര് വന്നിട്ടുള്ള സീറ്റുകൾ കാര്യത്തിലാണ് തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പല സീറ്റുകളും കായംകുളവും അരൂരും തൃപ്പൂണിത്തുറയും അടക്കമുള്ള പല സീറ്റുകളിലും 1-ലധികം പേരുകൾ വന്നിട്ടുണ്ട്. പക്ഷേ 90% സീറ്റുകളിലും ഒറ്റ പേരിലേക്ക് മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ 1-ൽ കൂടുതൽ പേര് വന്ന സീറ്റുകളിൽ ഒരു ധാരണയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ജില്ലാ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ, അതായത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, കൊല്ലം ജില്ലാ സെക്രട്ടറി ജയമോഹൻ അടക്കമുള്ളവരുടെ കാര്യത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അറിയേണ്ടത് KK ശൈലജ അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ സീറ്റിന്റെ കാര്യം എങ്ങനെയാണ്, അവർ മത്സരിക്കുമോ അല്ലെങ്കിൽ ഏത് സീറ്റിലാണ് മത്സരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. മട്ടന്നൂരിൽ KK ശൈലജയുടെ പേരില്ലാതെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പേര് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം KK ശൈലജ മത്സരിക്കുമോ, അതോ മത്സരിക്കുന്നത് മട്ടന്നൂരിൽ തന്നെയാണോ, അതോ പേരാവൂരിൽ പരിഗണിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് തീരുമാനത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, ഒറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ധർമ്മടത്ത് നിന്നും. പക്ഷേ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ വരാനുള്ള സാധ്യത, ജില്ലാ സെക്രട്ടേറിയറ്റിൽ പേരില്ല. പക്ഷേ വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ അർജുൻ കല്യാട്? ഡോക്ടർ, നിലവിലുള്ള സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ KK ശൈലജ ഒരുപക്ഷെ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇനിയിപ്പോൾ ഈ വലിയ രീതിയിൽ ബഹുജനങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി അണികളുടെയും ഒക്കെ ഒരു പ്രത്യേകമായ താല്പര്യം പരിഗണിച്ച് KK ശൈലജയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ മാത്രമേ ഉള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും പ്രാഥമികമായി ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടുള്ള പട്ടിക തന്നെയാണ്. ആ പട്ടികയിൽ KK ശൈലജയുടെ പേരില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ 2 ടേം വ്യവസ്ഥ എന്നുള്ളത് കർശനമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുക. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പാർട്ടി അധികാരത്തിലെത്താൻ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ നേടേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും പാർട്ടിയുടെ ഉറച്ച സീറ്റുകളിൽ ഒഴികെ, അതായത് ആര് മത്സരിച്ചാലും ജയിക്കും എന്നുള്ള അവസ്ഥയിൽ 2 ടേം വ്യവസ്ഥ കർശനമാക്കുകയും സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്ന ഇടങ്ങളിൽ മാത്രം ഇളവ് നൽകുക എന്നുള്ളൊരു ഫോർമുലയിലേക്കാണ് പാർട്ടി എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും KK ശൈലജ ഇപ്പോൾ നിലവിൽ പട്ടികയിലില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇന്നലെ PB യോഗത്തിൽ ഇളവ് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതെങ്കിലും തരത്തിൽ KK ശൈലജയ്ക്ക് ഇളവ് നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള പട്ടികയിൽ KK ശൈലജ ഇല്ല. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ മട്ടന്നൂരിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ താനില്ല എന്നുള്ളൊരു നിലപാട് KK ശൈലജ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് മാറും. കാരണം മട്ടന്നൂരിൽ ഒരു പുതിയ മുഖത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിക്ക് ഇടം നൽകണം. മട്ടന്നൂരിൽ ആര് മത്സരിച്ചാലും ജയിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അവിടെ KK ശൈലജ തന്നെ വേണമെന്നുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സീറ്റിലേക്ക് KK ശൈലജ നൽകുകയാണെങ്കിൽ ആ ഒരു സീറ്റ് കൂടി LDFന്റെ അക്കൗണ്ടിലേക്ക്
വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പേരാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കെ ശൈലജയുടെ പേര് പരിഗണിക്കുന്നത്. പക്ഷേ അതും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് കെ ശൈലജയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ധാരണയിൽ കെ ശൈലജ ഇപ്പോൾ ഈ പട്ടികക്കെല്ലാം തന്നെ പുറത്താണ്. ഡോക്ടർ താങ്ക് യു